ഹലോ ഗൈസ്, അപ്രതീക്ഷിതമായി നമുക്കൊന്ന് ബാംഗ്ലൂർ വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ എയർപോർട്ടിൽ കൊണ്ടാക്കുന്ന ആളാരാണ് നമ്മളെ സ്വന്തം കണ്ണിലുണ്ണിയായ എല്ലീഷിന്റെ പാർട്ണർ, അതും അങ്ങ് ദുബായിൽ നിന്ന് വന്നത്. അവനക്ക് പിന്നെ പബ്ലിസിറ്റി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവന്റെ വിവരങ്ങളൊന്നും പുറത്തു വിടുന്നില്ല. അവന്റെ ഡ്രൈവിംഗ് അത്രക്കും അടിപൊളിയായതുകൊണ്ട് നമ്മളെല്ലാ സേഫ്റ്റിയിലാണ് വണ്ടിയിൽ ഇരുന്നത്. കാരണം ഓനെ പറഞ്ഞിട്ട് കാര്യമില്ലേ, ബസ് അധികം നിൽക്കണ പോലെ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അരമണിക്കൂർ കൊണ്ട് കോഴിക്കോട് എത്താന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നല്ല. അങ്ങനെ അവനോട് ചാറ്റ് പറഞ്ഞിട്ട് നമ്മൾ നേരെ എയർപോർട്ടിൽ എത്തിട്ടെ. എന്തൊക്കെ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടാണെങ്കിൽ തിരിച്ചു പോകാനായിട്ട് വണ്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. എങ്ങോട്ട് പോയിട്ട് അങ്ങനെ നിൽക്കാതിന്റെ പ്രകടനത്തിന് ഒടുവെയാണ് ഞാൻ 24 മണിക്കൂർ എയറിലുള്ള നമ്മൾ ഷാജാനിക്കാനെ കണ്ടത്. മൂപ്പരാണെങ്കിൽ പുതിയ വള്ളി തേടി അങ്ങ് ഡൽഹിക്ക് പോവാന്നാണ് അറിഞ്ഞത്. ഡൽഹി പോവാണ് ആൾക്കാർക്ക് വണ്ടികളൊക്കെ വേണമെങ്കിൽ നമ്മോട് പറഞ്ഞു. അതിന്റെ ഇടയിൽ കൂടെ ഒരു പ്രൊമോഷൻ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൽ കയറിയിട്ട് അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ജാസ്തിലെ സ്വഭാവത്തിന് ചെറുതായിട്ടൊരു മാറ്റം. എന്റെ കഥ, എനിക്ക് കാറിൽ പോകുമ്പോ ഫ്രണ്ട് സീറ്റ് വേണോ, ഫ്ലൈറ്റിൽ പോകുമ്പോ വിൻഡോ സീറ്റ് വേണോ, മറ്റേ ട്രാക്ടറിൽ പോകുമ്പോ ഏത് സീറ്റാ വേണ്ടി വരിക? അതാ പിന്നെ ഫുള്ള് കാറ്റ് കിട്ടുമല്ല, പിന്നെ ആവശ്യം ചെയ്യാറില്ല. കാറ്റ് വേണല്ലേ? കാറ്റ് തരട്ടാ, ഊരി തന്നാ മതി. അങ്ങനെ ഊരി തന്നാ മതിയാ. അവസാനം കരഞ്ഞ് കാലൊടിച്ചപ്പോ പരിപാടി എന്തായാലും ഏറ്റിക്കണേ. അങ്ങനെ ഒരു 5 മിനിറ്റ് പോലെ തെക്കാനിടയാതെ നമ്മൾ എന്തായാലും ബാംഗ്ലൂർ എത്തിക്കണേ. എന്തായാലും ഇന്നൊക്കെ ഉള്ളതായിക്കണല്ലോ. അൽഹംദുലില്ലാഹ്, റാഹത്ത്. ബാക്കി നാളെ നോക്കാം.